ഇത്തവണത്തെ നിയമസഭയിൽ ഏറ്റവും ബേബി ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആരാണ്? അതിനുത്തരം ഇടതുകോട്ടയായ ബാലുശ്ശേരിയിൽ അട്ടിമറി വിജയം നേടിവരുന്ന VT സൂരജ് തന്നെയാണ്. സൂരജ് വിജയിക്കുന്നതിന് മുൻപ് തന്നെ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിരുന്നു, ജയിച്ചാലും തോറ്റാലും തൻ്റെ ജീവിതം ഇനി ബാലുശ്ശേരിക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. VT സൂരജ് MLA നിയുക്ത MLA ഉണ്ട്. അതിൽ തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. സന്തോഷം. അന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ തൊട്ടടുത്ത മുൻപുള്ള ദിവസം കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ജയിച്ചാലും തോറ്റാലും ബാലുശ്ശേരിക്കൊപ്പം എന്നുള്ളത്. ഇപ്പം എന്ത് തോന്നുന്നു? തീർച്ചയായും ബാലുശ്ശേരി ഒരു വലിയ അവസരം തന്ന നാടാണ്, ചേർത്ത് പിടിച്ച സ്ഥലമാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലം ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ നാടാണ്. അതുകൊണ്ട് ആ ബാലുശ്ശേരിയോടൊപ്പം ബാലുശ്ശേരിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സേവകനായി ഞാൻ ഉണ്ടാവും. ഈ ജയത്തിലെ ഒരുപാട് മനുഷ്യരുടെ കടപ്പാടുണ്ടാവും. ആ കടപ്പാടുകൾ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് കാണുന്നത്? ഒന്ന്, ആദ്യമായി ബാലുശ്ശേരിയിലെ ജനങ്ങളോട് തന്നെയാണ് ആ വലിയ കടപ്പാട്. തന്ന സ്നേഹം, ചേർത്ത് പിടിച്ച് നിർത്തിയത്, ഒരു സഹോദരനെ പോലെ, ഒരു കൂടപ്പിറപ്പായ, ഒരു മകനായൊക്കെ ബാലുശ്ശേരിക്കാർ എന്നെ ശരിക്കും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിന് എൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ബാലുശ്ശേരിയിലെ ജനങ്ങളുടെ കൂടെ നിന്ന് അതിൻ്റെ നന്ദി ഞാൻ കാണിക്കും. അതിനേക്കാളൊക്കെ അപ്പുറത്ത് എൻ്റെ പാർട്ടിയോട് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക, ആ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ പരിഗണിക്കുമ്പോൾ തന്നെ വല്ലാതെ അങ്ങ് ചേർത്ത് പിടിക്കുക. പ്രത്യേകിച്ച് ഒരു ഈ ജില്ലയിലെ സംഘടനാ പ്രവർത്തനമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ പിന്തുണയും സ്നേഹവും തന്ന പ്രിയപ്പെട്ട രാഘവേട്ടൻ, വലിയ നന്ദി. രാഘവേട്ടനോട് വലിയ നന്ദിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബാലുശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ രാഘവേട്ടൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമല്ല കേട്ടോ, നമ്മൾ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്ന സമയത്ത് ഏത് പ്രതിസന്ധിയിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന അതാണ് രാഘവേട്ടൻ. രാഘവേട്ടനോടുള്ള നന്ദിയും കടപ്പാടൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതോടൊപ്പം ഏറെ ബഹുമാനായ ഞങ്ങളുടെയൊക്കെ KSU കാലത്ത്, KSUവിൻ്റെ പ്രവർത്തന സമയത്തൊക്കെ വലിയ പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഷാഫിക്ക, വല്ലാതെ സ്നേഹം തന്ന് കൂടെ നിർത്തിയ ഷാഫിക്കയുണ്ട്. അവിടെ കോഴിക്കോട്ടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, KPCC നേതൃത്വം, അതുപോലെ തന്നെ ദേശീയ നേതൃത്വമൊക്കെ വലിയ രീതിയിൽ വലിയ സ്നേഹം തന്നിട്ടുണ്ട്, വലിയ പിന്തുണ തന്നിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹവും നന്ദിയുണ്ട്. വന്ന വഴികളിലൊക്കെ ചേർത്ത് പിടിച്ച ഈ ജില്ലയിലെ എൻ്റെ KSU സഹപ്രവർത്തകരോട്, പേരാമ്പ്രയിലെ ബാലുശ്ശേരിയിലൊക്കെ KSU സഹപ്രവർത്തകരോട്, UDSFൻ്റെ പ്രിയപ്പെട്ട ഈ ജില്ലയിലെ സഹപ്രവർത്തകരോടൊക്കെ എല്ലാ കാലത്തും ഒപ്പം അൾട്ടിമേറ്റ് ബാലുശ്ശേരിക്കാരോട് വലിയൊരു കടപ്പാടാണ് അല്ലേ? സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് സൂരജ് വല്ലാതെ വൈകാരികമായി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ ബാലുശ്ശേരിയിലെ മനുഷ്യർ നമുക്കറിയാം, ഈ ഇടതുപക്ഷത്തിന് AC ഷൺമുഖദാസ് മാത്രമാണ് ഇവിടെ അതിനൊരു അപവാദമായിട്ട് ഉണ്ടായിരുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ട. ഇത് അട്ടിമറിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? അത് ഈ ജനങ്ങളുടെ മനസ്സ് കയ്യിലെടുക്കുക എന്നുള്ളൊരു സാധനമുണ്ടല്ലോ, അതെങ്ങനെയാണ് കയ്യിലെടുത്തത്? ഞാൻ അവരിലേക്ക് നമ്മൾ ഒരു KSUവിൻ്റെ സംഘടനാ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇടപെടുന്നത്, ഓരോ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത്. സ്വാഭാവികമായും ഒരു പുതിയ അനുഭവമായിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലം. എല്ലാ വിഭാഗം ജനങ്ങളെയും കാണുക, അവരോട് സംസാരിക്കുക, അവരെ കേൾക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെന്താണോ ഇന്നലകളിൽ ചെയ്തത് അതിൻ്റെ ഒരു തുടർച്ച ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കൂടുതൽ ആളുകളിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം ഓടി തീർക്കുമ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റി, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി. നമ്മളത് കേട്ടു, കണ്ടു, അതിനെ ജനങ്ങൾ സ്വീകരിച്ചു. അത് വലിയ നന്ദിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ VT സൂരജിനെ കുറിച്ച് കണ്ട 2 ദൃശ്യങ്ങൾ ഞാൻ പറയാം. 2 ദൃശ്യങ്ങൾ മാത്രമല്ല, ഒരു പോസ്റ്റ് കൂടി ഞാൻ പറയാം. അതായത് ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലത്തൊരു ചേട്ടൻ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് ജയിച്ചതിന് ശേഷം ജീപ്പിന് മുകളിൽ ഒരു മനുഷ്യൻ വന്ന് കെട്ടിപ്പിടിക്കുന്ന, ചേർത്ത് പിടിച്ച് ഇതാക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിനപ്പുറത്ത് ഇന്നലെ ഒരു CPIMൻ്റെ ഒരു സഹയാത്രിക ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ ഞാൻ സച്ചിൻ ദേവിനാണ് വോട്ട് ചെയ്തത്, ഇത്തവണ VT സൂരജിനാണ്. പക്ഷേ ധാർഷ്ട്യം ഇനി ഉണ്ടാവരുത്, അധികാരം ലഭിച്ചു MLA ആയി എന്ന് കരുതി അഹങ്കാരം തോന്നരുത് എന്നൊരു സൂചന അവരുടെ പോസ്റ്റിലുണ്ടായിരുന്നു. എന്താണ് ഇതിനൊക്കെയുള്ളൊരു മറുപടി? ഒന്ന്, ആദ്യം പറഞ്ഞ കാര്യം, ഞാൻ ബാലുശ്ശേരിയിലൂടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്താണ് അന്ന് UDSFൻ്റെ UDYFൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ, അന്ന് NSUവിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, NSUവിൻ്റെ കേരളത്തിൻ്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ഒക്കെ, KSU സംസ്ഥാന പ്രസിഡൻ്റൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വോട്ട് ചോദിച്ചൊരു പച്ചക്കറിക്കടയിലേക്ക് എത്തുമ്പോഴാണ് ഒരാളിങ്ങനെ
ചേർത്ത് പിടിച്ച് വല്ലാത്തൊരു വൈകാരികതയോടുകൂടി നമ്മളെ കൊണ്ടുപോയി എല്ലാവരുടെ നിന്നും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. ഗണേശേട്ടനാണ് അവിടെ. പിന്നെ ഗണേശേട്ടനെ പരിചയപ്പെടുന്നു. വീണ്ടും ഇന്നലെ അതേ പച്ചക്കറി കടയുടെ മുന്നിലേക്ക് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞുള്ള വിജയാഹ്ലാദ പ്രകടനം നടന്നു വരുമ്പോൾ ആ വണ്ടിക്ക് മുകളിലേക്ക് ആ പച്ചക്കറി കടയിൽ നിന്ന് ഒരു പൂക്കളൊക്കെ വിതറി ഗണേശേട്ടൻ ഓടി വരികയാണ്. വീണ്ടും നമ്മളെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരാളാണ്. അതേ ഗണേശേട്ടനാണ് നമ്മളെ കെട്ടിപ്പിടിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരുപാട്, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അതെ, അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് മനുഷ്യർ. അത് ബാലുശ്ശേരി തന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ശരിക്കും ഗണേശേട്ടൻ. നമ്മൾ അത് അന്ന് പിന്നെ എല്ലാവരും കണ്ടു. പക്ഷെ അത് കാണാതെ പോയ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് പുതിയ ഒരുപാട് പുതിയ അനുഭവങ്ങൾ, വല്ലാത്തൊരു സ്നേഹം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ബാലുശ്ശേരിയിലെ കല്യാണ വീടുകളിലായാലും മറ്റിടങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വല്ലാത്തൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് പകരം വെക്കാൻ എൻ്റെ പ്രവൃത്തിയല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഈ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സൂരജിനെ കണ്ടിട്ടുള്ളത് സമരങ്ങളിലാണ്, സമരങ്ങളുടെ മുൻപന്തിയിലാണ്. പോലീസിൻ്റെ അടി നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പാടുകളൊക്കെ ദേഹത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അത് പോകാത്തൊരു സൂരജ് ഇനിയിപ്പോൾ MLA ആയി വരുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് സല്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവും. ഈ സൂരജ് ഇത്രയും കാലം, നേരത്തെ അച്ഛനൊക്കെ ഒരു പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വഴക്കൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവും. അച്ഛൻ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ പിന്നെ ഭൂരിപക്ഷം KSUവിൻ്റെ പ്രവർത്തകന്മാരും സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ കടന്നു വരുന്ന ആളുകളാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ അതിനു മുമ്പേ ഒക്കെ സമരം ചെയ്യുന്ന ഒരുപാട് KSU പ്രവർത്തകർക്ക്, എന്നേക്കാൾ മർദ്ദനമേറ്റ KSU പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. വലിയ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളുണ്ട്. ആ സമരങ്ങളുടെ ഭാഗമായി നിന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. ഒരുപാട് പേർക്ക് KSUക്കാരിലുള്ള ഒരാളാണ് ഞാനും. KSU ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഒരാളാണ് ഞാനും. അത് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വയും ഒക്കെ ഞാൻ കാണുന്നത് കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത ഒരുപാട് പേർക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെയും ഈ ജനവിധിയെയും ഞാൻ കാണുന്നത്. വ്യക്തിപരമായിട്ട് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടില്ല. കാരണം അവരൊക്കെ അച്ഛൻ കൂലിപ്പണി എടുക്കുന്ന, അമ്മയും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വീട്ടിൽ ജോലിയെടുത്ത് അമ്മ കളക്ഷൻ ബാങ്കിലെ കളക്ഷൻ ഏജൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ അച്ഛനമ്മയും മൂത്ത മോനാണ്. അനിയൻ സായുജല്ലേ? അനിയൻ സായുജ്. എല്ലാ മലയാളി കേരളത്തിൻ്റെ സാധാരണ കുടുംബങ്ങൾ ഉണ്ടാകുന്ന പോലെ മക്കളൊക്കെ ഒരു സമയമെത്തിയാൽ കൃത്യമായൊരു വരുമാനം വീട്ടിൽ കൊടുക്കണമെന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടും അത് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും, വീട് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ അതുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സംഘടനയുടെ ഭാഗമായി നിന്നു, പാർട്ടിയുടെ ഭാഗമായി നിന്നു. നാളെ ഒരു MLA ആവുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റിലേക്ക് വരുമെന്നോ വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിത്വം ഈ പ്രായത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എല്ലാ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും വലിയ രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. ആ പരിഗണന കിട്ടാൻ വലിയ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും അച്ഛനമ്മയും ഈ ജയിച്ചതിന് ശേഷം അച്ഛനമ്മയും അല്ലെങ്കിൽ സായുജൊക്കെ എന്ത് പറഞ്ഞു? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തേക്കാൾ ഉപരി ജനങ്ങളോടുള്ള വലിയ ഉത്തരവാദിത്ത ബോധമാണ് എനിക്കുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സന്തോഷം സന്തോഷം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സന്തോഷമാണ്. ഈ സൂരജിന് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കല്യാണ വീട്ടിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികം അതിനിടയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, MLA ആയിക്കഴിഞ്ഞാൽ ഒരു കല്യാണമൊക്കെ വേണ്ടേ, എപ്പോഴായിരിക്കും? കമൻസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛനും അമ്മയൊക്കെ ഇനിയിപ്പോൾ ഒരു പെണ്ണാലോചിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു. കല്യാണം നമുക്ക് ആലോചിക്കാം, നടക്കട്ടെ, ഈ സമയമുണ്ട്. ഇനി സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗമൊക്കെ നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് കേരളത്തിനൊരു മുഖ്യമന്ത്രി അനിവാര്യമാണ്. സൂരജിൻ്റെ മനസ്സിലൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമല്ലോ. നമ്മുടെ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, മീറ്റിംഗ് നടക്കട്ടെ. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് സങ്കല്പം ഉണ്ടാവുമല്ലോ. ഇല്ല, പിന്നെ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. നമ്മളൊക്കെ ഒരു തുടക്കക്കാരനാണല്ലോ. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് അനുസരിച്ച് നമുക്ക് പറയാം. ഈ 30-ാം വയസ്സിൽ നിയമസഭയുടെ പടി കയറുമ്പം ചെറിയ പേടിയൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെ പ്രകടനം എങ്ങനെയൊക്കെ നടത്തേണ്ടി വരുന്നു?
അങ്ങനെ ഭയമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ഒരു KSU സംഘടനാ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് 10-13 വർഷക്കാലമായി നമ്മൾ ജനങ്ങൾക്കിടയിലുണ്ട്, നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. നമ്മൾ ഈ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഉള്ള സമയത്ത് നമുക്കുള്ള സൗഹൃദങ്ങളും നമുക്കുള്ള ബന്ധങ്ങളും നമുക്ക് കിട്ടിയ കുറേ ചെറുതാണെങ്കിലും കിട്ടിയ കുറേ അനുഭവങ്ങളുണ്ട്. സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്കുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് എവിടെയും നിന്ന് സംസാരിക്കാൻ ധൈര്യം തന്നത്, നമുക്ക് ആരോടും ചോദ്യം ചോദിക്കാൻ ധൈര്യം തന്നത്, ഒരു അനീതി കാണുമ്പോൾ ആ അനീതിക്കെതിരെ വിരൽ ചൂണ്ടാനും പ്രതികരിക്കാനും ഒക്കെ ധൈര്യം തന്നത് KSU ആണ്. അങ്ങനെ ഒരു KSU എന്ന നിലയ്ക്ക്, ഒരു KSUക്കാരൻ എന്ന നിലയ്ക്ക് അങ്ങനെ ആശങ്കകളും ഭയവും പേടിയൊന്നുമില്ല. പക്ഷേ ഒരു പുതിയ സ്ഥലമാണ്, പുതിയ അനുഭവമാണ്, പുതിയൊരു കാര്യമാണ്. അതിനെ പഠിക്കാൻ ശ്രമിച്ച് അതിനോട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഏറ്റവും അവസാനം ഈ ബാലുശ്ശേരിക്കാരോട് എന്താണ് പറയാനുള്ളത്? അവരുടെ MLA ഇനി എങ്ങനെയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ബാലുശ്ശേരിയുടെ വികസന സ്വപ്നങ്ങൾ എങ്ങനെയായിരിക്കും? നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ബാലുശ്ശേരിയിലെ ഓരോ ഇടങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴും, അത് വീടുകളിലേക്കായാലും കടകളിലേക്കായാലും ഓട്ടോ സ്റ്റാൻഡുകളിലേക്കായാലും ബസ് സ്റ്റാൻഡിലേക്കായാലും നമ്മൾ കടന്നു ചെന്ന സമയത്ത് പറഞ്ഞൊരുപാട് കാര്യങ്ങളുണ്ട്, പങ്കുവെച്ച സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് ബാലുശ്ശേരിയുടെ ടോട്ടലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതിൽ കുടിവെള്ളമുണ്ട്, റോഡുണ്ട്, ബാലുശ്ശേരിയുടെ വിദ്യാഭ്യാസ പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ബാലുശ്ശേരിയുടെ കായിക സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ബാലുശ്ശേരിയിലെ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും. അത് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ജനകീയമാക്കിക്കൊണ്ട് ഒരു പ്രൊജക്റ്റ് ബാലുശ്ശേരിക്ക് വേണ്ടി സമർപ്പിക്കും. അത് ബാലുശ്ശേരിയെ 5 വർഷം കൊണ്ട് മാറ്റാവുന്ന രീതിയിൽ ഒരു 25 വർഷത്തെ കണ്ടുള്ള ബാലുശ്ശേരിയുടെ വികസനമാണ്, ബാലുശ്ശേരിയുടെ ഉയർച്ചയാണ്. എല്ലാ മേഖലകളിലും, അത് കേവലം കെട്ടിടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, കേവലം റോഡുകൾ ഉണ്ടാവുക എന്നുള്ളതല്ല, അത് വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും ടൂറിസം മേഖലയിലൊക്കെയുള്ള ബാലുശ്ശേരിയുടെ വളർച്ച നിങ്ങൾക്കൊരു 5 വർഷം കഴിഞ്ഞ് ബാലുശ്ശേരിയിൽ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് ഈ നാടിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുണ്ടാവുമെന്നും ഈ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുണ്ടാവുമെന്നുള്ള ഉറപ്പുണ്ട്. അത് ബാലുശ്ശേരിക്കാർക്ക് ഒരു MLA അല്ല, ബാലുശ്ശേരിക്കാരുടെ വീട്ടിലൊരു ചെക്കനാണ്. ഉറപ്പായും ഞാൻ വീട്ടിലൊരാളായി ആർക്കും ഏത് സമയത്തും, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പറഞ്ഞാണ്, പിന്നെ ആർക്കും ഏത് സമയത്തും ധൈര്യത്തിൻ്റെ പ്രശ്നമൊന്നും, ആർക്കും ഏത് സമയത്തും എന്നെ വിളിക്കാം, ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ഞാനുണ്ടാവും. അതുതന്നെയാണ് ബാലുശ്ശേരി സംബന്ധിച്ച് VT സൂരജ് ഇനി ഒരു MLA മാത്രമായിരിക്കില്ല. ബാലുശ്ശേരിയിലെ ഓരോ വീട്ടിലെയും ഒരു ചെക്കൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു അനിയനോ കുടുംബാംഗമോ ഒക്കെയായി VT സൂരജ് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് നിയുക്ത MLA നൽകുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.